എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്ററിൽ ചാരി നിന്നതിന് മർദ്ദിച്ച കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമമെന്ന ആരോപണം ഉയരുന്നു. ബിജെപി നേതാക്കൾ ഇടപെട്ടെന്ന് മർദ്ദനമേറ്റ കുട്ടിയുടെ കുടുംബം പറഞ്ഞു. കഴുത്തിന് പിടിച്ചു തള്ളിയെന്ന് മർദ്ദനമേറ്റ 14-കാരൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. DGPയോട് റിപ്പോർട്ട് തേടി. എന്താണ് ഈ കുടുംബം പറയുന്നത് ഇപ്പോൾ? വിനിത, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കാലടിയിൽ 14-കാരനെ BJP പ്രാദേശിക നേതാവ് സതീശൻ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പോസ്റ്റർ കീറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഫോർട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റർ കീറിയെന്ന് ആരോപിച്ചാണ് മർദ്ദനമെങ്കിലും ആ ദൃശ്യത്തിലെവിടെയും 14-കാരൻ പോസ്റ്റർ കീറുന്നതായി കാണുന്നതുമില്ല. സംഭവത്തിന് പിന്നാലെ BJPയുടെ പ്രാദേശിക നേതാക്കൾ ഇവരുടെ വീട്ടിലെത്തുകയും പിന്നീട് കേസ് കൊടുക്കരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അതിനിടയിലാണ് കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിച്ചു എന്ന് പറഞ്ഞ് 14-കാരൻ റിപ്പോർട്ടറിന് മുന്നിലെത്തിയത്. விளையாட்டு போக்கில் அது இங்கே செய்யுது களியாக்கி இப்போ அது இங்கே அங்கே ஒரு ஆள் வந்து பார்த்தோன்னே அடித்து கழுத்தை பிடிச்சி நெரிச்சாங்க. മർദ്ദനത്തിന് പിന്നാലെ BJP നേതാക്കൾ വീട്ടിലെത്തിയതായും സംസാരിച്ചതായും പരാതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടതായും ആ കുട്ടിയുടെ പിതാവും റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. എതിർപ്പാക്കാൻ സംസാരിച്ച് അവൻ്റെ കൈയും കാലൊക്കെ പിടിച്ച് ഉപദ്രവാക്കി പിന്നെ അതിൻ്റെ രീതി ഞാൻ പോയിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്തത് കൂടാതെ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. DGPയോടാണ് ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.